عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة سيدنا محمد صلى الله عليه وسلم. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഹമീദി ഫൈസി ഉസ്താദ് ഫില്ലൂർ, ഇവിടത്തെ അധ്യക്ഷർ ഇസാഖ്, മറ്റു ഉസ്താദുമാർ, ഭാരവാഹികൾ, നാട്ടുകാർ, ജമാഅത്തുകാർ, ഉമ്മപ്പെങ്ങന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇന്നത്തെ ഈ സദസ്സ് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഹിയുദ്ദീൻ മസ്ജിദ് നൂറുൽ ഇസ്ലാം മദ്രസ മാലങ്കേരി ഇതിന്റെ ആഭിമുഖ്യത്തിൽ സ്വലാത്ത് വാർഷികവും നമ്മുടെ ആശാകിരണമായ ഖുറത്തുസ് സാദാത്ത് തങ്ങളുടെ അനുസ്മരണ പരിപാടിയും ഇവിടുത്തെ മദ്രസ വിദ്യാർത്ഥികളുടെ മീലാദ് ഫെസ്റ്റും ഇതെല്ലാം ഒന്നിച്ച് നടത്തിയ അവസാനത്തെ സമാപന വേദിയിലാണ് നാം എല്ലാം ഉള്ളത്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നാം എല്ലാവരും ഇവിടുത്തെ നാട്ടുകാർ എന്നല്ല, എല്ലാ നാട്ടുകാരും വിദേശത്തടക്കം നമ്മുടെ ഇന്നത്തെ മുഖ്യ പ്രഭാഷണ ചെയ്യാൻ വേണ്ടി ഇവിടത്തേക്ക് എത്തിയ ഹമീദ് ഫൈസി ഉസ്താദിന്റെ ആ വാക്കും ഇടക്കിടക്ക് ആ തമാശയും അത് നമ്മുടെ ഒരു ഉറക്കത്തിൽ എണീക്കാൻ വേണ്ടിയാണ് ആ ഇടക്കിടക്ക് തമാശ പറയുന്നത്. ആ തമാശയിലൂടെ ഒരു കാര്യം ഉസ്താദിനെ അതിന് മനസ്സിലുണ്ട്. അതുകൊണ്ട് ഉസ്താദിനെ ആ പ്രസംഗം, ആ ഉപദേശം എല്ലാവരും ജീവിതത്തിൽ കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഉസ്താദിന് ആഫിയത്ത് കുറവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അപകടത്തിൽപ്പെട്ട് അല്പം രോഗിയാണ്. അല്ലാഹു എല്ലാം ആഫാത്ത് മുസീബത്തിനെ തൊട്ട് അല്ലാഹു ഉസ്താദിനെയും എല്ലാം അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പവിത്രമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം എല്ലാം ഉള്ളത്. ലോക മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ കൊണ്ടാടുന്ന ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത ഈ ഭൂമിയിൽ എന്നല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഭൂമിയിലേക്ക് ആഗതമാകുന്നത് അത് നമ്മുടെ ഭാഗ്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ച ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അവിടുത്തെ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു വീട്ടിൽ മൗലീദ് കഴിച്ചു, അല്ലെങ്കിൽ ആ മൗലീദ് സദസ്സിൽ പങ്കെടുത്തു, എല്ലാം നല്ല നിലക്ക് ചെയ്തു, ഹബീബിനെ സ്നേഹിച്ചു, മഹാന്മാർ പറയുന്നത് അവന് നാളെ സ്വർഗത്തിൽ മഹാന്മാർ കൂടെയാണെന്ന് അവിടുത്തെ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന ആ മാതൃക നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തിയാൽ അത് നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള ഒരു കാരണമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചില ആളുകൾ
പവിത്ര റബീഉൽ അവ്വൽ വരുന്ന സമയത്ത് ചില ആളുകൾക്ക് വെപ്രാളമാണ്. മൗലീദ് കഴിക്കാൻ പാടില്ല, അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഭക്ഷണം കൊടുക്കാൻ പാടില്ല, അവിടുത്തെ ഒരു മദ്ഹും പാടാൻ പാടില്ല, അത് ശിർക്കാണ് എന്ന് പല ആളുകാരും നമ്മെ വിളിച്ചു ഓതുകയാണ്. അത് തെറ്റാണ്. മുഅ്മിനായ മനുഷ്യൻ അവന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന അവിടുത്തെ പേരിൽ മൗലീദ് സദസ്സും, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം റബീഉൽ അവ്വൽ വരുന്ന സമയത്ത് മൗലീദ് ഓതുന്നത് എന്തിനാണോ? ആ മൗലീദ് കിതാബില് ഉള്ളത് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തെ കുറിച്ചും അവിടുത്തെ മുഅ്ജിസത്തിനെ കുറിച്ചും അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുത്തെ ആ വലതിന്റെ ആ സമയത്തുള്ള ഒരുപാട് വിഷയങ്ങളാണ് മൗലീദ് കിതാബിലുള്ളത്. അത് പാടിയാൽ നമ്മുടെ രോഗം ശമനമാകും, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഉദ്ദേശങ്ങൾ എല്ലാം സഫലീകരിച്ചു തരും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അന്നത്തെ ആ മദീന പള്ളിയിൽ 2 മിമ്പർ ഉണ്ടായിരുന്നു. എന്തിനാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? നാം വളരെ അധികം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടുത്തെ മീലാദ്, അവിടുത്തെ വഫാത്ത്, അവിടുത്തെ സന്തോഷം നാം അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. മഹാന്മാർ നമ്മെ പറയുകയാണ്. സ്വഹീഹ് ബുഖാരിയിൽ തന്നെ ഒരു ഹദീസ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, ആ മദീന പള്ളിയിൽ വെച്ച് 2 മിമ്പർ ഉണ്ടായിരുന്നു. ഒരു മിമ്പർ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ ഓതാൻ മാത്രമാണ്. രണ്ടാമത്തെ മിമ്പർ സ്വഹാബികൾ കൂട്ടത്തിൽ ഏറ്റവും ഒരു ഗായകൻ, വളരെ അധികം മനോഹരമായി പാടുന്ന അത്താബ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് പാട്ട് പാടാൻ, അവിടുത്തെ റസൂലിന്റെ മേല് ധാരാളം മദ്ഹ് പാടാൻ, പുകഴ്ത്താൻ മാത്രം തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ മദീന പള്ളിയിൽ 2ാമത്തെ മിമ്പർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിൽ മനസ്സിലാകുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലോ ധാരാളം സ്വലാത്ത് നാം ചൊല്ലണം. സ്വലാത്ത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദുനിയാവും നമ്മുടെ ഖബറും അത് വിശാലമാകും, അത് ശിക്ഷയിൽ നിന്ന് നമുക്ക് മോചിതനാകും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാട്ടുകാരെ, ജമാഅത്തുകാരെ, നാം ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ആ നാവാക്കി നാം ഉൾപ്പെടുത്തണം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നാം എല്ലാവരും കാത്തിരിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഫൈദി ഉസ്താദ് നമ്മെ നല്ല നിലക്ക് നമ്മുടെ മുമ്പിൽ നല്ല നിലക്ക് പ്രസംഗം നടത്തി തരും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ നാട്ടുകാർ, ജമാഅത്തുകാർ, കമ്മിറ്റി ഭാരവാഹികൾ, ഉമ്മ പെങ്ങന്മാർ, അല്ലാഹു തആല എല്ലാവർക്കും ബറക്കത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ലൈവായി നമുക്ക് ഇവിടെ വന്നത് ഫസൽ മീഡിയ ബഷീർ മദനി ഉസ്താദാണ്. ബഷീർ മദനി ഇന്ന് ലോകത്ത് അറിയപ്പെട്ട ഒരു ഫസൽ മീഡിയയായി അല്ലാഹു ആക്കി തന്നു. എവിടെ വെച്ചാലും ഫസൽ മീഡിയ. ആ ഉസ്താദിനെ എന്തെങ്കിലും ആ കളക്ഷനിലൂടെ, വയറിലൂടെ എന്തെങ്കിലും ജസ്റ്റ് അങ്ങോട്ടിങ്ങോട്ടായാൽ അത് ലൈവ് മുഴുവനും അവിടെ നഷ്ടമാക്കി പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് നല്ല നിലക്ക് നമുക്ക് ലൈവ് അവതരിപ്പിക്കാൻ ഇവിടേക്ക് എത്തിയ ബഷീർ മദനിയും ഇവിടുത്തെ കൂട്ടുകാർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ സൗണ്ട്സ് അവർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഓടി നടന്ന ഇവിടുത്തെ ജമാഅത്തുകാർ, കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടുത്തെ ബാലക്കാർ, ഇവിടുത്തെ വയസ്സന്മാർ, എല്ലാവർക്കും അല്ലാഹു തആല തക്കതായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന തിരുവാക്യത്തോടെ കൂടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. ഈ വേദിയെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഫാറൂഖ് ഇമാം സഖാഫി അവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട്